परसों से गए मेरा लाल कौशेय वस्त्र धारण कर पीला रंग का अधो वस्त्र और नीला रंग का उत्तरीय शास्त्रार्थ जाते समय उसने मुझे प्रणाम किया था. അപ്പം ആ സ്നേഹ ഗദ്ഗദ് ഹോ കർമ്മയിനെ കഹ വിജയ് ബനോ. അപ്പം പറയാണ് പർസോംസെ ഗയ മേരെ ലാൽ, അതായത് എൻ്റെ മകൻ, ലാൽ മീൻസ് എൻ്റെ മകൻ ഇന്നലെയാണ് പോയത്. കൗശേയ വസ്ത്രധാരൺ കർ പീതാരംഗ ക, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞ നിറത്തിലുള്ള ആ വസ്ത്രധാരണമാണ് അവൻ്റെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ് അവൻ വിഷമിച്ച് എന്താണ് എന്നെ നോക്കിയാണ് എന്ത് ചെയ്തത്, പ്രണമിച്ചു. സ്നേഹ ഗദ്ഗദ് ഹോ കർമ്മയിനെ കഹ വിജയ് ബനു. സ്നേഹവും അതുപോലെ മകൻ വീട് വിട്ടു പോകുന്ന വിഷമവും കൊണ്ട് ഗദ്ഗദപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വിജയ് ബനു, അതായത് ആ വിജയം വരട്ടെ. ഉക്ത കഥൻ സെ പതാ ചലത്താ ഹെ കി 2 दिन पूर्व ഫാരവി നാമക് യുവ കർസെ ഗയാത്തെ. അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും 2 ദിവസം മുമ്പ് ഫാരവി എന്ന് പറയുന്ന യുവാവ് തൻ്റെ വീട് ഉപേക്ഷിച്ചു പോയി. പണ്ഡിത് കി സഫാമേ ഉൻസെ ശാസ്ത്രാർത്ഥ കർക്കെ ഓർ വിജയ് ഹുവ. അതായത് പണ്ഡിതന്മാരുടെ സഭയിൽ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം വിജയിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. फरी सभा में समस्त विद्वान के शास्त्रार्थ में पराजित करके युवक फारवी को अपनी विद्वता का गर्व भाव के लक्ष्य किया. तब वे यह सोचकर बहुत चिंतित हो गया कि गर्व मानव का सबसे बड़ा शत्रु है और जिस युवक को किसी बात का गर्व हो जाता है वह उन्नति के मार्ग पर संतोषजनक गति से कदापि नहीं बढ़ सकता. अजय विजय पुत्र फारवी को गर्व का खंडन करने के लिए उन्होंने उसी सभा में पुत्र को उग्र रूप से यह कहकर ताड़ना दी कि तू महामूर्ख है, दम्फी है, अज्ञानी है आदि. അപ്പം എന്താണ്, അപ്പോൾ ഇങ്ങനെ എല്ലാ സഭയിലും നമ്മുടെ ഫാരവി മറ്റുള്ള പണ്ഡിതന്മാരെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരെയും തോൽപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫാരവിയുടെ മനസ്സിൽ എന്താണ്, ഒരു അഹങ്കാരമുണ്ടായി. അപ്പോൾ ഈ ഭാഗത്ത് പറയുകയാണ്, ഈ അഹങ്കാരം എന്ന് പറയുന്നത് മാനവുക സബ്സാ ബഡാ ശത്രുഹെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരം. കാര്യം അഹങ്കാരത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തെ സമീപിച്ചാൽ നമുക്ക് പിന്നീട് എന്ത് സംഭവിക്കും, പരാജയം, പതനം സംഭവിക്കും. ഇപ്പോൾ തൻ്റെ മകൻ്റെ മനസ്സിൽ ഈ ഒരു അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഈ അഹങ്കാരം ഇല്ലാതാക്കണം. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഒന്നിന് ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ അഹങ്കരിച്ചിട്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അഹങ്കാരം നമുക്ക് അവസാനം നമ്മൾ എന്ത് ചെയ്യും, പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ മകനെ എന്ത് ചെയ്ത് സഭയിൽ വെച്ച് അപമാനിക്കുന്നത്. മഹാമൂർഖ് ഹേ, നീ ഒരു വിഡ്ഢിയാണ്, അജ്ഞാനിയാണ്, അതായത് അറിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. जिन पंडितों को फारवी ने शास्त्रार्थ में परास्त किया था उन्हीं के बीच में इस प्रकार पहले पिता द्वारा और बाद में पंडितों द्वारा अपमान किया जाने से फारवी बहुत ही खिन्न हुआ. അതായത് താൻ തോൽപ്പിച്ച ഏതൊക്കെ പണ്ഡിതന്മാരെയാണോ തോൽപ്പിച്ചത് ആ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചാണ് സ്വന്തം അച്ഛൻ ആരെ വിഡ്ഢിയെന്ന് പറഞ്ഞത്, നമ്മുടെ ഫാരവിയെ വിഡ്ഢിയെന്ന് പറഞ്ഞത്. ആദ്യം അച്ഛനും അതിനുശേഷം മറ്റുള്ള പണ്ഡിതന്മാരും അദ്ദേഹത്തെ കളിയാക്കി. ഗ്ലാനി के कारण अपना मुँह छिपा लिया और वह चुपचाप चला गया. അതായത് ദുഃഖം കാരണം, വിഷമം കാരണം എന്ത് ചെയ്തു, അവൻ മുഖം കുനിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. यहाँ तक की कथा श्रीधर और सुशीला के संवाद से जाता होता कि आज प्रातःकाल ही उसे बेलामी माइम ने उन्हें മാലിനി തട്ട് പർ ദേക്കാത്ത. അപ്പോൾ എന്താണ്, യഹാം തൊക്കി കഥ ശ്രീധർ ഓർ സുശീലക്കെ സംവാദസെ ഞാൻ ഹോത്തിഹി. അതായത് ഇതുവരെയുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുശീലയുടെയും ശ്രീധറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. आज प्रातःकाल उषा बेला में माइम ने उन्हें मालिनी तट पर देखा था. उस समय वे ध्यान मग्न थे. ज्ञात होता था जैसे वे വീണാവാണി ഭാരതിക്ക് സരസ്വതിക്ക് വ്യവസാനം കർ രഹേ ഹോ. അപ്പോൾ അത് പറയണം, അച്ഛൻ പറയണം, ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, മാലിന്യയുടെ തീരത്ത് വെച്ച് അവനെ കണ്ടു. സമയവേ ധ്യാൻ മഗ്നത്തെ, അവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ ഹോത്താത്ത ജേസവേ വീണാപാണി ഭാരതിക്ക് സരസ്വതിക്ക് ഉപാസനക്കാർ രഹേ ഹോ. അപ്പോൾ അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ ആരെയാണ്, സരസ്വതി ദേവിയെ ഉപാസിക്കുകയാണെന്ന്. अंत में श्रीधर कहते हैं कि तेरे लिए उपयुक्त दंड चहु मास तक ससुराल में जाकर सेवा करना और झूठे भोजन पर अपने पालन पोषण करना. ഫാരവി अपने आप से प्रतिशोध लेना जाता है. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അച്ഛനെ കൊല്ലാൻ വേണ്ടി ഫാരവി സ്വന്തം വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ഭാര്യയോട് പറയുന്ന വിഷമം കാരണം, ഞാൻ അവനെ അപമാനിച്ചതിൻ്റെ കാരണം എന്താണ്, അവൻ്റെ അഹങ്കാരം ഇല്ലാതാവണമെന്നൊക്കെയാണ്, അതുകൊണ്ടാണ് അപമാനിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫാരവി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, കുറ്റബോധം തോന്നുന്നു. അപ്പോൾ അവൻ അച്ഛനോട് വന്ന് പറയുന്നു, എനിക്ക് ശിക്ഷ നൽകണം, അല്ലെങ്കിൽ എന്നെ ഈ വാളുകൊണ്ട് തന്നെ എന്നെ വധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, അവന് എന്താണ് പിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ, ഇല്ല. ഇത് പറയണം, अंतमें श्रीधर कहते हैं कि तेरे लिए उपयुक्त दंड चहु मास तक ससुराल में जाकर सेवा करना और झूठे भोजन पर अपना पालन भोजन करना. ഫാരവി अपने आप से प्रतिशोध लेना जाता है. അവസാനം എന്ത് ചെയ്ത് അച്ഛൻ പറയുന്നു, നീ നിൻ്റെ 6 മാസം എന്ത് ചെയ്യുക, നിൻ്റെ ആ ഭാര്യ വീട്ടിൽ പോയി അവിടെ എന്ത് ചെയ്യുക, ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. ഏകാംഗിക്ക് യഹ് കഥ ഘടന പ്രധാൻ ഹി വിചാർ പ്രധാൻ ഹേ.
അതായത് ഏകാംഗിയിലെ നാടകത്തിലെ ഈ ഒരു സംഭവം പ്രധാന സംഭവമല്ല, പക്ഷേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയം വളരെ പ്രധാനമാണ്. श्रीधर और फारवी दोनों विद्वान और सिद्धांत प्रिय व्यक्ति है, इसलिए कथा साधारण बुद्धि वालों पाठकों के लिए सुगम नहीं है. ബുദ്ധിമാനോ के लिए इसमें विचार करने की पर्याप्त सामग्री है. അതായത് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യമൊന്നും തോന്നത്തില്ല. പക്ഷേ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഇല്ലേ? കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിറകുടം തുളുമ്പാറില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ്, ഒരുപാട് അറിവുള്ളവർ, നല്ല അറിവുള്ളവർ, മനസ്സിൽ അഹങ്കാരമില്ലാത്തവർ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഞാൻ വലിയവനാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് നടക്കാറില്ല. അതുപോലെ മനസ്സിൽ അഹങ്കാരം, എന്തെങ്കിലും കുറച്ചറിയാം, അതുപോലെ മനസ്സിൽ അഹങ്കാരമുള്ളവരാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ പരിഹസിക്കുകയും അവർക്കൊന്നും അറിയത്തില്ല, നമുക്കെല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഒരു പണ്ഡിതനും ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കാരത്തോടു കൂടി നടക്കാൻ പാടില്ല. എപ്പോഴും ശാസ്ത്രവും അതുപോലെ തന്നെ പാണ്ഡിത്യമെല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ആ നന്മയിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ ഒരു അനോട്ടേഷനിൽ വരുന്ന കാര്യങ്ങൾ. परसों से गए मेरा लाल कौशेय वस्त्र धारण कर पीला रंग का अधो वस्त्र और नीला रंग का उत्तरीय शास्त्रार्थ जाते समय उसने मुझे प्रणाम किया था. അപ്പം സ്നേഹ് ഗദ്ഗദ് ഹോ കർമ്മനെ കഹ വിജയ് ബനോ. അപ്പം പറയാണ്, പർസോംസെ ഗയ മേരെ ലാൽ, അതായത് എൻ്റെ മകൻ, ലാൽ മീൻസ് എൻ്റെ മകൻ ഇന്നലെയാണ് പോയത്. കൗശേയ വസ്ത്രധാരൺ കർ പീതാ രംഗ് ക, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞ നിറത്തിലുള്ള വസ്ത്രധാരണമാണ് അവൻ്റെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അവൻ വിഷമിച്ച് എന്താണ് എന്നെ നോക്കിയാണ് എന്ത് ചെയ്തത്, പ്രണമിച്ചു. സ്നേഹ ഗദ്ഗദ് ഹോകർ മൈനെ കഹ വിജയ് ബനു. സ്നേഹവും അതുപോലെ മകൻ വീട് വിട്ടു പോകുന്ന വിഷമവും കൊണ്ട് ഗദ്ഗദപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു വിജയ് ബനു, അതായത് വിജയം വരട്ടെ. ഉക്ത കഥൻ സെ പതാ ചലത്താ ഹെ കി 2 दिन पूर्व ഫാരവി നാമക് യുവ കർസെ ഗയാത്തെ. അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും 2 ദിവസം മുമ്പ് ഫാരവി എന്ന് പറയുന്ന യുവാവ് തൻ്റെ വീട് ഉപേക്ഷിച്ച് പോയി. പണ്ഡിത് കി സഫാമേ ഉൻസെ ശാസ്ത്രാർത്ഥ കർക്കെ ഓർ വിജയ് ഹുവ. അതായത് പണ്ഡിതന്മാരുടെ സഭയിൽ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം വിജയിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. फरी सभा में समस्त विद्वान के शास्त्रार्थ में पराजित करके युवक फारवी को अपनी विद्वता का गर्व फाव के लक्ष्य किया. तब वे यह सोचकर बहुत चिंतित हो गया कि गर्व मानव का सबसे बड़ा शत्रु है और जिस युवक को किसी बात का गर्व हो जाता है वह उन्नति के मार्ग पर संतोषजनक गति से कदापि नहीं बढ़ सकता. अजय विजय पुत्र फारवी को गर्व का खंडन करने के लिए उन्होंने उसी सभा में पुत्र को उग्र रूप से यह कहकर ताड़ना दी कि तू महामूर्ख है, दम्फी है, अज्ञानी है आदि. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ എല്ലാ സഭയിലും നമ്മുടെ ഫാരവി മറ്റുള്ള പണ്ഡിതന്മാരെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫാരവിയുടെ മനസ്സിൽ എന്താണ്, ഒരു അഹങ്കാരം ഉണ്ടായി. അപ്പോൾ ഈ ഭാഗത്ത് പറയുകയാണ്, ഈ അഹങ്കാരം എന്ന് പറയുന്നത് മാനവുക സബ്സാ ബഡാ ശത്രുഹെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരം. കാര്യം അഹങ്കാരത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തെ സമീപിച്ചാൽ നമുക്ക് പിന്നീട് എന്ത് സംഭവിക്കും, പരാജയം, പതനം സംഭവിക്കും. ഇപ്പോൾ തൻ്റെ മകൻ്റെ മനസ്സിൽ ഈ ഒരു അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഈ അഹങ്കാരം ഇല്ലാതാക്കണം. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഒന്നിനെ ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ അഹങ്കരിച്ചിട്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അഹങ്കാരം നമുക്ക് അവസാനം നമ്മൾ എന്ത് ചെയ്യും, പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ മകനെ എന്ത് ചെയ്ത് സഭയിൽ വെച്ച് അപമാനിക്കുന്നത്. മഹാമൂർഖ് ഹേ, നീ ഒരു വിഡ്ഢിയാണ്, അജ്ഞാനിയാണ്, അതായത് അറിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. जिन पंडितों को फारवी ने शास्त्रार्थ में परास्त किया था उन्हीं के बीच में इस प्रकार पहले पिता द्वारा और बाद में पंडितों द्वारा अपमान किया जाने से फारवी बहुत ही खिन्न हुआ. അതായത് താൻ തോൽപ്പിച്ച ഏതൊക്കെ പണ്ഡിതന്മാരെയാണോ തോൽപ്പിച്ചത് ആ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചാണ് സ്വന്തം അച്ഛൻ ആരെ വിഡ്ഢിയെന്ന് പറഞ്ഞത്, നമ്മുടെ ഫാരവിയെ വിഡ്ഢിയെന്ന് പറഞ്ഞത്. ആദ്യം അച്ഛനും അതിനുശേഷം മറ്റുള്ള പണ്ഡിതന്മാരും അദ്ദേഹത്തെ കളിയാക്കി. ग्लानि के कारण अपना मुँह छिपा लिया और वह चुपचाप चला गया. അതായത് ദുഃഖം കാരണം, വിഷമം കാരണം എന്ത് ചെയ്തു, അവൻ മുഖം കുനിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. यहाँ तक की कथा श्रीधर और सुशीला के संवाद से जाता होता कि आज प्रातःकाल ही उसे बेलामी माइम ने उन्हें മാലിനി തട്ട് പർ ദേക്കാത്ത. അപ്പോൾ എന്താണ്, യഹാം തൗക്കി കഥ ശ്രീധർ ഓർ സുശീല കെ സംവാദസെ ഞാൻ ഹോത്തിഹി. അതായത് ഇതുവരെയുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുശീലയുടെയും ശ്രീധറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. आज प्रातःकाल उषा बेला में माइम ने उन्हें मालिनी तट पर देखा था. उस समय वे ध्यान मग्न थे.
ज्ञात होता था जैसे वे വീണാവാണി ഭാരതിക്ക് സരസ്വതിക്ക് ഉപവസനം കർ രഹേ ഹോ. അപ്പോൾ അത് പറയണം, അച്ഛൻ പറയണം, ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, മാലിന്യയുടെ തീരത്ത് വെച്ച് അവനെ കണ്ടു. സമയവേ ധ്യാൻ മഗ്നത്തെ, അവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ ഹോത്താത്ത ജേസവേ വീണാപാണി ഭാരതിക്ക് സരസ്വതിക്ക് ഉപാസനക്കാർ രഹേ ഹോ. അപ്പോൾ അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ ആരെയാണ്, സരസ്വതി ദേവിയെ ഉപാസിക്കുകയാണെന്ന്. अंत में श्रीधर कहते हैं कि तेरे लिए उपयुक्त दंड 4 मास तक ससुराल में जाकर सेवा करना और झूठे भोजन पर अपने पालन पोषण करना. ഭാരവി अपने आप से प्रतिशोध लेना जाता है. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അച്ഛനെ കൊല്ലാൻ വേണ്ടി ഭാരവി സ്വന്തം വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ഭാര്യയോട് പറയുന്ന വിഷമം കാരണം, ഞാൻ അവനെ അപമാനിച്ചതിൻ്റെ കാരണം എന്താണ്, അവൻ്റെ അഹങ്കാരം ഇല്ലാതാവണമെന്നൊക്കെയാണ്, അതുകൊണ്ടാണ് അപമാനിച്ചത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഭാരവി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, കുറ്റബോധം തോന്നുന്നു. അപ്പോൾ അവൻ അച്ഛനോട് വന്ന് പറയുന്നു, എനിക്ക് ശിക്ഷ നൽകണം, അല്ലെങ്കിൽ എന്നെ ഈ വാളുകൊണ്ട് തന്നെ എന്നെ വധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, അവന് എന്താണ് പിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ, ഇല്ല. എന്നിട്ട് പറയണം, अंतमें श्रीधर कहते हैं कि तेरे लिए उपयुक्त दंड 4 मास तक ससुराल में जाकर सेवा करना और झूठे भोजन पर अपना पालन भोजन करना. ഭാരവി अपने आप से പ്രതിശോധ लेना जाता है. അവസാനം എന്ത് ചെയ്ത് അച്ഛൻ പറയുന്നു, നീ നിൻ്റെ 6 മാസം എന്ത് ചെയ്യുക, നിൻ്റെ ഭാര്യ വീട്ടിൽ പോയി അവിടെ എന്ത് ചെയ്യുക, ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക. ഏകാംഗിക്ക് ഏഹ് കഥ ഘടന പ്രധാന ഹി വിചാർ പ്രധാൻ ഹേ. അതായത് ഏകാംഗിയിലെ നാടകത്തിലെ ഈ ഒരു സംഭവം പ്രധാന സംഭവമല്ല, പക്ഷേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയം വളരെ പ്രധാനമാണ്. ശ്രീധർ और ഭാരവി दोनों विद्वान और सिद्धांत प्रिय व्यक्ति है, इसलिए कथा साधारण बुद्धि वालों पाठकों के लिए सुगम नहीं है. ബുദ്ധിമാനോ के लिए इसमें विचार करने की पर्याप्त सामग्री है. അതായത് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യമൊന്നും തോന്നത്തില്ല. പക്ഷേ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഇല്ലേ? കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിറകുടം തുളുമ്പാറില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ്, ഒരുപാട് അറിവുള്ളവർ, നല്ല അറിവുള്ളവർ, മനസ്സിൽ അഹങ്കാരമില്ലാത്തവർ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഞാൻ വലിയവനാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് നടക്കാറില്ല. അതുപോലെ മനസ്സിൽ അഹങ്കാരം, എന്തെങ്കിലും കുറച്ചറിയാം, അതുപോലെ മനസ്സിൽ അഹങ്കാരമുള്ളവരാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ പരിഹസിക്കുകയും അവർക്കൊന്നും അറിയത്തില്ല, നമുക്കെല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഒരു പണ്ഡിതനും ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കാരത്തോടു കൂടി നടക്കാൻ പാടില്ല. എപ്പോഴും ശാസ്ത്രവും അതുപോലെ തന്നെ പാണ്ഡിത്യമെല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ആ നന്മയിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ ഒരു അനോട്ടേഷനിൽ വരുന്ന കാര്യങ്ങൾ.